ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല അടിപൊളി അടാറ് സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു മോർണിംഗില്. ഇന്ന് നമ്മുടെ മോർണിംഗ് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, മാർക്കറ്റ് ഇന്ന് മോർണിംഗില് നിഫ്റ്റി ഏകദേശം പറഞ്ഞാൽ 24,097 ഭാഗത്തൊക്കെ ഇന്ന് 97 ഭാഗത്തൊക്കെ ഓപ്പൺ ചെയ്ത് 24,190 124 ഭാഗത്ത് വന്ന് സ്വിഫ്റ്റ് റിജക്ഷൻ വന്ന് പിന്നെ പടപടപടന്ന് പൊട്ടി ഒന്ന് ഏകദേശം 23,790 വരെ വന്ന് ക്ലോസ് ചെയ്ത് 794 ഭാഗത്തൊക്കെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ട്രെൻഡ് ഡൗൺ ആയിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിനെക്കാട്ടിയും വലിയൊരു ട്രെൻഡ് ഡൗൺ ആയ നമ്മുടെ ബാങ്ക് നിഫ്റ്റി വളരെ കിടിലം ഒരു ട്രെൻഡ് ഡൗൺ ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി ഞാൻ പ്രതീക്ഷിച്ച പല രീതിയിലൊക്കെ പോകുന്നത് പ്രതീക്ഷിച്ച ബാങ്ക് നിഫ്റ്റി അടിപൊളി ട്രെൻഡ് ഡൗൺ ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റിയും ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും ഏതാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ് നമ്മൾ അടുത്ത് നോക്കുന്ന സമയത്ത് മിഡ് ക്യാപ്പ് നോക്കിയാൽ മിഡ് ക്യാപ്പ് അത്രയ്ക്ക് അങ്ങനെ ട്രെൻഡ് ഡൗൺ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ നോർമൽ വേരിയേഷൻ ഡൗൺ. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. നമ്മുടെ നിഫ്റ്റി കൃത്യമായിട്ട് പറയണമെങ്കിൽ നിഫ്റ്റിയുടെ ലാസ്റ്റ് ഒരു 2:45 തൊട്ട് 3:30 വരെയുള്ള സമയത്ത് നല്ലൊരു ഹെവി സെല്ലിംഗ് നമ്മുടെ നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നു. അതേപോലെ കുറച്ച് നല്ല ഹെവി സെല്ലിംഗ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഹൈ സൈഡ്, പ്രത്യേകിച്ച് പറഞ്ഞ നിഫ്റ്റിയിൽ ഈ 23,940 ഭാഗത്ത് നോക്കിയാൽ എൽ പീരീഡില്ല, ലാസ്റ്റ് 3 മണി തൊട്ട് 3:30 വരെയുള്ള ആ ഒരു സമയത്ത് നല്ല 2:45 3 തൊട്ട് 3:30 വരെയുള്ള ഈ സമയത്ത് നല്ലൊരു ഹെവി സെല്ലിംഗ് കൃത്യമായിട്ട് നിഫ്റ്റിയിൽ വന്ന് താഴേക്ക് ആശാൻ ഇറങ്ങിപ്പോയൊരു ദിവസവും കൂടെ ആയിരുന്നു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഹെവി സെല്ലിംഗ് ലാസ്റ്റ് ഒരു 45 മിനിറ്റ്സിൽ നമ്മുടെ നിഫ്റ്റിയിലെ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ ഓർഡർ ഫ്ലോ ഞാൻ ഒന്ന് കാണിച്ചു തരുന്നത്. സോ ഓർഡർ ഫ്ലോ വെച്ചുള്ളതും മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ളതും നമ്മുടെ ഒരു പുതിയൊരു ബാച്ച് ഈ മാസം ഈ പറഞ്ഞ വെള്ളിയാഴ്ച ജൂൺ ബാച്ച് വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ലൈവ് ആയിട്ട് മാർക്കറ്റിൽ ഇരുന്ന് നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോ വെച്ച് സ്ട്രാറ്റജീസ് പഠിച്ച് മാർക്കറ്റ് ബിഹേവിയർ പഠിച്ച് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാം. അങ്ങനെ എന്റെ കൂടെ ഇരുന്ന് ഒരു കമ്മ്യൂണിറ്റിയുടെ കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തമിഴിൽ കാണിച്ച നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. സോ ഓർഡർ ഫ്ലോ പ്രകാരമുള്ള സെല്ലിംഗ് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ട നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു പെർഫെക്റ്റ്ലി പറയുകയാണെങ്കിൽ ഞാൻ ഒരു ഓപ്പൺ ഇന്ന് മോർണിംഗിൽ നിങ്ങൾ നോക്കിയാൽ ഇതിപ്പോ ഇതിപ്പോ ട്യൂസ്ഡേ ആണ്. ഇന്ന് ട്യൂസ്ഡേയുടെ 9:15 9:45 സമയത്തോളം വന്നായിരുന്നു. ബിയില് 24,135. ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ആയിട്ട് വന്ന ഒരു ട്രെൻഡ് ഡൗൺ ഡേ ആയിട്ടാണ് നിഫ്റ്റി ക്ലോസ്. ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ഒരു ട്രെൻഡിങ് ഡൗൺ ഡേ ആയിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ എഫ് പീരീഡിന്റെ ഒരു സിംഗിൾ പ്രിന്റ് എഫിൽ വന്ന സെല്ലിംഗ് നല്ല ഹെവി ആയിട്ട് വന്നിട്ടുണ്ട്. എഫ് പീരീഡ് നോക്കിക്കഴിഞ്ഞാൽ എഫിൽ നമുക്ക് നല്ലൊരു ഹെവി സിംഗിൾ പ്രിന്റ് സെല്ലിങ്ങോട് കൂടി വന്ന മാർക്കറ്റ് ആയിരുന്നു. സിംഗിൾ പ്രിന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന എഫിലുണ്ട്, എൽ പീരീഡിലുണ്ട്. POC എന്താണ് 23,916 ഭാഗത്തേക്ക് വന്നു. ചുരുക്കി പറഞ്ഞാൽ POC താഴേക്ക് വന്നതൊരു പോസിറ്റീവ് ഘടകമായിട്ട് ഞാൻ കാണുന്നില്ല. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട്. 23,916 ഭാഗത്തേക്ക് ഞാൻ ആ POC 23,916 ഭാഗത്തേക്ക് ഞാൻ ആ POC ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബെയറിഷ് റെഫറൻസ് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇനി എടുക്കുന്നത് നമ്മളെല്ലാം പൊട്ടിയല്ലോ 790ക്ക് താഴെ, അതായത് 23,790ക്ക് താഴെ ഞാൻ സെല്ലിനെ കുറിച്ച് ചിന്തിക്കും. കാരണം നമ്മൾ എല്ലാ ലെവലും പൊട്ടി. നമ്മൾ ആ ഗ്യാപ്പ് വന്ന ഈ ഒരു ഗ്യാപ്പിന്റെ സോൺ കണ്ടത് ഇതെല്ലാം ആശ കഴിഞ്ഞ് 12th ജൂണിൽ വന്നതിന് ശേഷം വന്ന ഹെവി ഗ്യാപ്പിന്റെ ആ ഒരു സപ്പോർട്ടൊക്കെ പൊട്ടിയായിട്ടാണ് ആശം നിൽക്കുന്നത്. 790 പൊട്ടിയാൽ ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. ഇപ്പൊ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് 730യുടെ ഭാഗത്തേക്ക് എത്രയാണ് 23,730 ഭാഗത്ത് 730 ഭാഗത്തേക്ക് വരാൻ പറ്റും. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 730 പൊട്ടിയാൽ അടുത്ത വരുന്നെന്ന് പറഞ്ഞാൽ 730 പൊട്ടുമ്പോൾ ഇതാണ് 730 പൊട്ടിയാൽ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും വലിയ ഹാഫ് ബാക്ക് എന്ന് പറയുമ്പം 670യുടെ ഭാഗത്തിലാണ് 23,670 23,670 23,670യുടെ ഭാഗത്തേക്കും അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 23,600ന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം, ഈ 23,730 മാർക്കറ്റ് എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു POC കണ്ട കഴിഞ്ഞ 12th ജൂണിൽ വന്ന ഒരു POC ഹെവി ആയിട്ടൊരു മാർക്കറ്റ് ന്യൂട്രൽ എക്സ്ട്രീം അപ്പോൾ ഒന്നൊരു ട്രെൻഡ് ചേഞ്ച് കാണിച്ച ആ ദിവസത്തെ POCയുടെ ഭാഗത്തേക്ക് വേണമെങ്കിൽ വരാം. സോ ദൈവമേ കാത്തോളം എന്ന് പറഞ്ഞുകൊണ്ട് 23,790ക്ക് താഴെ പൊട്ടാതെ മാർക്കറ്റ് കാത്തിരിക്കാൻ ശ്രമിക്കുക. പൊട്ടിയാൽ
ഈ ഒരു ഗ്യാപ്പ് ഒക്കെ ഫില്ല് ചെയ്യാൻ അപ് ടു 640 വരെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും 640ലേക്ക് മാർക്കറ്റ് എൻ്റർ ചെയ്താൽ ഈ സിംഗിൾ പ്രിന്റ്സും ഈ പി ഒ സിയും ഫില്ല് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. അനോമലി ഓട്ടകൾ അടയ്ക്കാനാണ് മാർക്കറ്റ് പ്രൊഫൈൽ മാർക്കറ്റ് പോകുന്നത്. സോ മാർക്കറ്റ് പ്രൊഫൈൽ ബിഹേവിയർ പറയുന്നത് എന്താണ്? വെൻ ദർ ഈസ് അനോമലീസ് മാർക്കറ്റ് വിൽ കം ആൻഡ് ഫിൽ ദ അനോമലി ഫോർ എ നെക്സ്റ്റ് മൂന്നാണ്. സോ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഈ ഒരു അനോമലി ഫില്ല് ചെയ്യുമോ ഇല്ലേന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കേണ്ടി വരും. സോ 640 പൊട്ടാതെ കാത്തോളുക. 790 പൊട്ടിയാൽ 640 വരും. 640 പൊട്ടിയാൽ നല്ല രീതിയിൽ ഹെവി സെല്ലിംഗ് വരെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതാണ് എനിക്ക് നിഫ്റ്റിയിൽ പറയാനുള്ള ഒരു അപ്പർ സൈഡ് റെഫറൻസ് ലെവൽ. ഇനി ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ 24,000 മുകളിൽ മാത്രമേ ഞാനൊരു ബൈ ഉള്ളൂ. എത്രയാണ്? 24,000 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. സോ 24,000 മുകളിൽ ബൈ വരുമ്പോൾ ഫസ്റ്റ് എങ്ങോട്ട് വരും? 24,050 ഭാഗത്തേക്ക് പോകാം. എത്രയാണ്? 24,050 ഭാഗത്ത് വീണ്ടും പഴയ വിഞ്ഞ് പുതിയ 24 വരാം. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് എങ്ങോട്ട് വരാം? 24,107. എത്ര? 24,107 24,107 ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഹൈ ആയ 24,153. എത്ര? 24,153 24,153 ഭാഗത്തേക്ക്. ഇതാണ് എനിക്ക് അപ്സൈഡ് റെഫറൻസ് പറയാൻ വേണ്ടി ഉള്ളത്. സോ ഈ ലെവൽ കൃത്യമായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. സോ എന്താണ്? 24,000 പൊട്ടുകയാണെങ്കിൽ 24,050, 24,107, 24,153 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ല 23,790 പൊട്ടുകയാണെങ്കിൽ 23,730, 23,670, 23,600 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു ട്രെൻഡ് ഡൗൺ ഡേ ആണ്. സോ മാർക്കറ്റ് 23,916 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സിംഗിൾ പ്രിന്റ് അപ് ടു 24,038 വരെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് മാർക്കറ്റിൽ കൂടുതലാണ്. പക്ഷെ ഞാനൊരു സെൽ ഓൺ റാലിയിലേക്ക് ഇപ്പം ചിന്തിച്ചു തുടങ്ങി. കാരണം നമ്മളെ കഴിഞ്ഞ വീക്കിൽ വന്ന ഫെയിൽഡ് ഓപ്ഷൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. സോ ആസ് ലോങ് ആസ് നമ്മൾ 23,780 താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ 23,240 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ അതുകൊണ്ട് ഈ വീക്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 24,030 മുകളിൽ ക്ലോസ് ചെയ്യേണ്ടത് എന്റെയും നിഫ്റ്റിയുടെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് മാർക്കറ്റിൽ. അത് നമുക്കൊന്ന് വരുമോ ഇല്ലേ എന്ന് നോക്കാം. ഇതാണ് എനിക്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള ഒരു ഡെയിലി സ്ട്രക്ചറിൽ. ഇനി നമുക്ക് നോക്കേണ്ട ബാങ്ക് നിഫ്റ്റി ട്രെൻഡിങ് ഡൗൺ ഡേ. എന്നാ ട്രെൻഡിങ് ഡൗൺ ഡേ വിത്ത് സിംഗിൾ പ്രിന്റ് E4 എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഈ സിംഗിൾ പ്രിന്റോട് കൂടി വന്ന ഹെവി സെല്ലിങ്ങോട് വന്ന ഈ സിംഗിൾ പ്രിന്റ് ഉണ്ട് ബാങ്ക് നിഫ്റ്റിക്ക്. നോക്കണ്ട, ഈ സിംഗിൾ പ്രിന്റോട് വന്നത് ബാങ്ക് നിഫ്റ്റിയാണ്. 57,396 ഭാഗത്തേക്കാണ് പി ഒ സി. 57,396 ഭാഗത്തേക്ക് ഞാൻ ആ പി ഒ സി 306 ഭാഗത്തേക്ക് ഞാൻ പി ഒ സി ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇനി ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ 57,000 താഴെ സെല്ലിംഗ് ആണ്. അത്രയാണ് 57,000 ബാങ്ക് നിഫ്റ്റി പൊട്ടിയാൽ സെല്ലിങ്ങോട് സെല്ലിംഗ് ആയിരിക്കും. നമ്മൾ എങ്ങോട്ട് എൻ്റർ ചെയ്യും? ഈ കണ്ട ബാങ്ക് നിഫ്റ്റി നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ഒരു പ്രൊഫൈലിന്റെ ഭാഗത്തേക്ക് ആശാൻ നിൽക്കും. ഫസ്റ്റ് ടാർഗറ്റ് 56,870 ഭാഗത്തേക്ക്. എത്രയാണ്? 56,870 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഫസ്റ്റ് ഉണ്ട്. അതിന് താഴെ നിൽക്കുമ്പോൾ 56,734. എത്രയാണ്? 56,734 56,734 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് എനിക്ക് കൃത്യമായിട്ട് പറയണമെങ്കിൽ 56,523. എത്രയാണ്? 56,520 56,523 ഭാഗത്തേക്ക്. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിക്ക് പറയേണ്ട ഡൗൺ സൈഡ് റെഫറൻസ് ലെവലുകൾ കൃത്യമായിട്ട്. ഇനി അപ്സൈഡ് റെഫറൻസ് ലെവൽ എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഞാൻ ഈ പ്രൊഫൈൽ ഒന്ന് ഇത് മാറ്റാം. കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു റേഞ്ച് എനിക്ക് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഇനി 57,785 മുകളിൽ ബൈ ഉള്ളു. 57,785 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഒരു ബൈ എടുക്കും. സോ അത് കൃത്യമായിട്ട് പറഞ്ഞാൽ എവിടെയാണ്? 57,900 ഭാഗത്തേക്ക്. എത്രയാണ്? 57,900 ഭാഗത്തേക്ക് വരും. സെക്കൻഡ് ടാർഗറ്റ് 58,070 58,070 ഭാഗത്തേക്ക് വരും. അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകും? മാർക്കറ്റിനെ സംബന്ധിച്ച് 58,070 വന്നാൽ അതിന് മുകളിൽ നിൽക്കുക 58,283 58,283 ഭാഗത്തേക്ക് വരും. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള അപ്സൈഡ് റെഫറൻസ്. സോ 57,785 മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിൽ ബൈയിങ് വരുള്ളൂ. വേറൊരു കാര്യം, ഞാൻ ഈ ഒരു പി ഒ സിയുടെ ഭാഗത്തേക്ക് എത്തുമ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ ബുള്ളിഷ് റെഫറൻസിന്റെ ഭാഗത്ത് എത്തുമ്പോൾ നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും മിഡ് ക്യാപ്പ് ആയാലും
സെൽ ഓൺ റൈസിന്റെ ട്രേഡ് മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യുള്ളൂ. ഹെവി സെല്ലിംഗ് മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം ട്രംപ് എന്തോ ന്യൂക്ലിയർ ഡീലും ഇറാനായിട്ട് അഗ്രിമെന്റ് വെച്ചതിൽ നമ്മൾ ഒരുമിച്ച് എന്താണ് ബൈ വീണ്ടും ബൈ എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് മാർക്കറ്റിൽ ചെറിയൊരു ക്രൂഡ് ഓയിൽ നല്ല നല്ല സെല്ലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അത്ര ഒരു സെല്ലിംഗ് ഒന്നും മാർക്കറ്റിലില്ല. മാർക്കറ്റ് കയറണമെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ മാർക്കറ്റിൽ ഒരു മൊമെന്റം വരാനുള്ള ചാൻസ് ഉള്ളൂ. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള റെഫറൻസ് ലെവല്. ഇനി മിഡ് ക്യാപ്പിൽ ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയും ട്രെൻഡ് ഡൗൺ ഡേ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് മിഡ് ക്യാപ്പിൽ നോക്കാം. മിഡ് ക്യാപ്പ് ഒരു ട്രെൻഡിങ് ഡൗൺ ഡേ ആണ്. ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. പ്യൂവറിൽ റിജക്ട് ചെയ്ത് താഴേക്ക് വന്നു. മിഡ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിൽ അങ്ങനെ ഒരു ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഓപ്പൺ ഓപ്ഷൻ തന്നെയാണ്. തന്നെയായിരുന്നു. ഒരു ഓപ്പൺ ഡ്രൈവിന്റെ ലക്ഷണമൊക്കെ കാണിച്ചില്ല. പകരം തന്നെയാണ് വന്നത്. മിഡ് ക്യാപ്പിൽ ഒരു ഒരു സിംഗിൾ പ്രിന്റ് മിഡ് ക്യാപ്പിലുണ്ട്. അപ്പൊ 14493യുടെ ഭാഗത്തേക്ക് ആ POC വന്നിട്ടുണ്ട്. 14493യുടെ ഭാഗത്തേക്ക് ആ POC വന്നിട്ടുണ്ട്. ഞാൻ റെഫറൻസ് ലെവൽ താഴേക്കുള്ളൊന്നും മാറ്റമൊന്നുമില്ല. 440ക്ക് താഴെ മാത്രമേ ഞാൻ 450 എത്രയാണ് 14,450 താഴെ മാത്രമേ ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. ഫസ്റ്റ് 400, തേർഡ് 350, 14,340 ഭാഗത്തേക്ക് തേർഡ് എന്ന് പറയുമ്പോൾ 14,296 296. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയാൻ റെഫറൻസ് ലെവല്. കൃത്യമായി ഓർത്തുകൊള്ളുക. ബുള്ളിഷ് റെഫറൻസ് സെയിം ആണ്. 14,630ക്ക് മുകളിലെ ബൈ ഉള്ളൂ. 14,688, 14,728, 14,780യുടെ ഭാഗത്തേക്ക് ചുരുക്കി പറഞ്ഞേക്കാം. ഇപ്പോൾ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചും ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് നിഫ്റ്റിയെ കുറിച്ച് പറഞ്ഞാൽ ഒരു ട്രെൻഡിങ് ഡൗൺ ഡേ ആണ്. നിഫ്റ്റിക്ക് മാത്രമേ ഒരു ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ്. ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. മിഡ് ക്യാപ്പും ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ഓപ്ഷനാണ് സംശയമുണ്ട്. ഒറ്റ മണി ഞാൻ നോക്കട്ടെ. ബാങ്ക് നിഫ്റ്റി ഒരു ഓപ്പൺ ഓപ്ഷൻ ആണ്. ബാങ്ക് നിഫ്റ്റി ഒരു ഓപ്പൺ ഓപ്ഷൻ തന്നെയാണ്. മിഡ് ക്യാപ്പ് ഒരു ഓപ്പൺ ഓപ്ഷൻ തന്നെയാണ്. പക്ഷെ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയാൻ നിഫ്റ്റി ഒരു ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ആയിട്ട് വന്ന ഒരു ട്രെൻഡിങ് ഡൗൺ ഡേ. 3 പ്രൊഫൈലുകളും ട്രെൻഡിങ് ഡൗൺ ഡേ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ബുള്ളിഷ് റെഫറൻസിന്റെ ഭാഗത്തേക്ക് നാളത്തേക്ക് വേണ്ടിയുള്ള ബുള്ളിഷ് റെഫറൻസ് അറിയാലോ, ആ ഭാഗത്തേക്ക് മാർക്കറ്റ് എത്തുമ്പോൾ ഞാനൊരു പുട്ട് ഓപ്ഷനായി ട്രൈ ചെയ്യണത്. ബുള്ളിഷ് ട്രേഡിനെ എനിക്കൊരു പോസിബിലിറ്റി കാണുന്നില്ല. ഇല്ലാതെ വേണം സ്റ്റോപ്പ് അടിക്കാം. പക്ഷെ നാളെ മാർക്കറ്റ് എങ്ങനെ വരുമെന്ന് നോക്കിയിട്ട് ഈ ഒരു പ്ലെയറെ വെച്ച് നമുക്ക് നോക്കി ചെയ്യാം. എല്ലാവരും കൃത്യമായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. നമ്മുടെ മെന്ററിംഗ് ബാച്ചിനെ കുറിച്ച് അറിയാനോ മെമ്പർഷിപ്പ് ബാച്ചിനെ കുറിച്ച് അറിയാനോ വേണ്ടി തമിഴിൽ കാണിച്ച നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഡേ ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.